हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ വായിക്കുന്ന ശ്ലോകം 88, 89. 88, 89 ശ്രദ്ധിച്ചു വായിക്കണേ. സുലഭ സുഹൃത സിദ്ധ ശത്രുതിശ്ചത്രുതാപന ന്യഗ്രോദോദുംബര അശ്വത്ഥ ചാണൂരന്ധ്രനിഷൂദന സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഘോ അചിന്ത്യോ ഭയകൃൽഭയനാശന. ഇന്നത്തെ നാം ആദ്യം എടുക്കുന്നത് 819. സിദ്ധ. സിദ്ധ എന്ന് വെച്ചാൽ നിത്യ സിദ്ധസ്വരൂപൻ, രണ്ട് അന്യാശ്രയമില്ലാത്തവൻ, മൂന്ന് അഷ്ടസിദ്ധികളുള്ളവൻ. അതിന് മൂന്നർത്ഥമാണ് വ്യാഖ്യാതാക്കന്മാർ പറയുന്നത്. സദാ സിദ്ധിയോടുകൂടിയിരിക്കുന്നവൻ, അന്യാശ്രയമില്ലാതെ ഇരിക്കുന്നവൻ, ഒന്നിനും ആശ്രയമില്ലാതെ വർത്തിക്കുന്നവൻ, അഷ്ടസിദ്ധികളുള്ളവൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കണ്ടതാണ് ഇതൊക്കെ, എന്നാലും ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ഭഗവാൻ സ്വതേ നമ്മളെപ്പോലെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കാറില്ല. നമുക്കെപ്പോഴും ഒരു സെൻസ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ്, അതാണല്ലോ നമ്മുടെ പ്രശ്നം. പൂർണ്ണതയില്ല എപ്പോഴും, ഒന്നിനോടും ഒരു കാലത്തും. ഐ ആം ഫുൾ, അങ്ങനൊരു കണ്ടീഷൻ ഇല്ല നമുക്ക്, പൂർണ്ണതയില്ല. ആ പൂർണ്ണത ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് നമ്മൾ ഈ സംസാരത്തിലും പ്രപഞ്ചത്തിലൊക്കെ കാട്ടിക്കൂട്ടുന്ന വിക്രസുകൾ. എല്ലാ സർക്കസുകളും മനുഷ്യൻ കളിക്കുന്നത് അവന് പൂർണ്ണത കിട്ടാനാണ്. ഈ ഫീൽസ് ഇൻസെക്യൂർഡ്, എന്തോ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നു പൂർണ്ണനല്ലാത്തത് കൊണ്ട്. എന്തോ ഒരു കുറവ്, എന്തോ ഒരു പോരായ്മയുണ്ട് എനിക്ക്. ആ പോരായ്മ നികത്താനാണ് നമ്മൾ ഈ ജീവിതത്തിൽ പരിശ്രമങ്ങളെല്ലാം നടത്തുന്നത്. നേരെ മറിച്ച് ഭഗവാന് ആ പൂർണ്ണതയ്ക്ക് വേണ്ടി ഭഗവാൻ ശ്രമിക്കുന്നില്ല. കാരണം നിത്യപൂർണ്ണനായതുകൊണ്ട്, പൂർണ്ണമത പൂർണ്ണമിതം, സദാ പൂർണ്ണനായതുകൊണ്ട്, ഓൾവേസ് ഇൻ ഫുൾ ആയതുകൊണ്ട്, നിത്യ സത്യ സിദ്ധ സ്വരൂപനായതുകൊണ്ട് അതിനു വേണ്ടി ഒരു ശ്രമം നടത്താറില്ല. അതിനെക്കുറിച്ച് പ്രയത്നിക്കാറുമില്ല. അവതാരങ്ങളിൽ ചിലപ്പോൾ വന്ന ചില അവതാരങ്ങളിൽ മനുഷ്യ സഹജമായ പല വികാരങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ടാവാം, ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവാം. മനുഷ്യ സഹജമായിട്ടുള്ള ആഗ്രഹങ്ങൾ. കാരണം മനുഷ്യനായിട്ട് ജന്മം എടുത്തില്ലേ. നായായിട്ട് ജനിച്ച പിന്നെ വാലാട്ടണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചു, മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള വികാരങ്ങൾ ലീലാഭാവത്തിൽ ഭഗവാൻ പ്രകടിപ്പിക്കുന്നു.
ആ വികാരങ്ങളൊന്നും ഭഗവാൻ സാരമായിട്ട് എടുക്കാറുമില്ല. അതൊക്കെ മാറ്റർ ഓഫ് റുട്ടീൻ, മാറ്റർ ഓഫ് കോഴ്സ്. അല്ലാണ്ട് നമ്മളെപ്പോലെ അതിനൊരു അംഗം വെട്ടൊക്കെ നടത്തി ഹൈലി ഈഗോയിസ്റ്റിക് ആവുക, അങ്ങനെ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഭഗവാൻ. ബിക്കോസ് ഹി ഹിംസെൽഫ് ഈസ് പൂർണ്ണൻ. പിന്നെ എന്തിനാ ശ്രമിക്കണത്? പിന്നെ എന്തിനാ വെച്ചെങ്കിൽ ഈ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ ഒരു വേഷം കെട്ട് കെട്ടണ്ടേ? ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. ഒക്കെ അവിടുത്തെ ലീലാഭാവമാണ്. അതുകൊണ്ടാണ് ഈ അവതാരങ്ങളിൽ വന്നാൽ പോലും ശ്രീരാമനും കൃഷ്ണനും ബലരാമനും ഒക്കെ അവരവരുടേതായിട്ടുള്ള റോളുകൾ കളിച്ച് പോകുന്നത്. അല്ലാണ്ട് അവർക്കൊരു പ്രത്യേകത, ഒരു ഈഗോ ഇഷ്യൂ ഒന്നുമില്ല. അവയൊക്കെ വികാരങ്ങളൊന്നും അവർ എന്താ പറയുക, ഉള്ളിലേക്ക് എടുക്കാറുമില്ല, അതിന് അടിമപ്പെടാറുമില്ല. ചുരുക്കി പറഞ്ഞാൽ വികാരങ്ങളൊന്നും ഭഗവാനെ കളിപ്പിക്കാറില്ല എന്നർത്ഥം. നമ്മളെ കളിപ്പിക്കുന്നത് വികാരങ്ങളാണ്. ഭഗവാൻ വികാരങ്ങൾ എടുത്ത് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സന്ദർഭത്തിലും ഭഗവാന്റെ വികാരങ്ങൾ എടുത്ത് ഭഗവാൻ പ്രയോഗിപ്പിക്കുകയാണ്. ചിലപ്പോൾ ദേഷ്യം എടുത്ത് പ്രയോഗിക്കും, അല്ലേ? ചിലപ്പോൾ സ്നേഹം എടുത്ത് പ്രയോഗിക്കും, ചിലപ്പോൾ കാരുണ്യം എടുത്ത് പ്രയോഗിക്കും. അവിടെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഗുണം എടുത്ത് ആ ഗുണത്തിനെ കൊണ്ട് ഇൻസ്ട്രുമെൻ്റായിട്ട് കളിക്കുകയാണ്. നമ്മളതല്ല ചെയ്യണത്. വികാരം നമ്മളെ അടിമപ്പെടുത്തിയിട്ട് വികാരം പറയുന്നത് പോലെ നമ്മൾ ചെയ്യുകയാണ്. അത് വളരെ വ്യത്യാസമുണ്ട്. ഭഗവാന്റെ നിലയ്ക്ക് നിന്നും കൊണ്ട് വികാരങ്ങളെ കൈവരിച്ച് ദേഷ്യം പ്ലീസ് കം, കൈൻഡ്നെസ് പ്ലീസ് കം, ജലസി പ്ലീസ് കം, ആംബിഷൻ പ്ലീസ് കം. ഈ വികാരങ്ങളൊക്കെ ഭഗവാൻ വിളിച്ചാൽ വെളിപ്പുറത്താണ്. റാൻ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് നിൽക്കും. ദേഷ്യമായാലും ശരി, കാരുണ്യമായാലും ശരി, ഫീലിങ്സ് ആയാലും ശരി, എമോഷൻ ആയാലും ശരി, എന്തും അതെടുത്തിട്ട് ആ സന്ദർഭത്തിന് അനുസൃതമായിട്ടുള്ള വികാരങ്ങളെ കൊണ്ട് ഭഗവാൻ കളിക്കുന്നു. ഇറ്റ് ഈസ് എ പ്ലേ. ആ വികാരങ്ങളെ എടുത്തിട്ട് കളിക്കണു. ആവശ്യം കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി വെക്കണു. പുറത്ത് പോയിക്കോളാന്നും പറയുന്നു. വികാരങ്ങളെ വിളിക്കുന്നു. ദേഷ്യത്തിനോട് വരാൻ പറഞ്ഞു. ദേഷ്യം പ്ലീസ് കം, ആങ്കർ പ്ലീസ് കം. ദെൻ ഹി ബിക്കംസ് ആംഗ്രി. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഹീ ഈസ് നോട്ട് ആംഗ്രി. നമ്മൾ ഐ ആം ആംഗ്രി എന്നാ പറയാ. ഐ ആം ആംഗ്രി. യു ഹാവ് ബിക്കം ആങ്കർ. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ ആങ്കറിനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എടുത്ത് കളിക്കുന്നു, എടുത്ത് പ്രയോഗിക്കുന്നു ആവശ്യം വന്നപ്പോൾ. ഹി ഈസ് എംപ്ലോയിങ് ആങ്കർ ലൈക്ക് എ കോൺട്രാക്ട് ലേബർ. നമ്മളിപ്പോൾ ആവശ്യത്തിന് വീട് കളിക്കാനും അതിനൊക്കെ ആൾക്കാരെ നിർത്തില്ലേ? ഇല്ലേ? അതൊന്ന് അവരുടെ വളപ്പുകളെയോ വീട്ടുകളെയോ അല്ലെങ്കിൽ തോട്ടം തേവിലോ എന്തൊക്കെ വെച്ചാൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് പൊക്കോളാൻ പറയും. എന്താ കൂലി കൊടുത്തു വെച്ചാൽ അവർക്കുള്ള കൂലിയും കൊടുത്ത് അവരോട് പൊക്കോളാൻ പറയും. അല്ലാണ്ട് അവരകത്ത് ഇരുത്തി നമ്മുടെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ച് അവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കി വീട് മുഴുവൻ കുട്ടിച്ചോറാക്കി പോവോ? സമ്മതിക്കുമോ നമ്മൾ? ഇല്ലല്ലോ. പക്ഷെ നമ്മളതാ ചെയ്യണം. അപ്പോൾ ദേഷ്യത്തിനെ നമ്മളൊന്ന് ഇൻവോക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. സാധാരണ തിരിച്ചാണ് പതിവ്. ദേഷ്യം നമ്മളെയാണ് ഇൻവോക്ക് ചെയ്യുക. എവിടുന്നാണ് ഈ ദേഷ്യം വരുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ ഭഗവാന് നല്ല അറിവുണ്ട്. ദേഷ്യത്തിനെ വിളിച്ചു വരുത്താനുള്ള കഴിവുണ്ട് ഭഗവാന്. നമുക്കത് വിളിച്ചു വരുത്തണമെന്ന് പറയാം. ഈ കംസ് വിത്തൗട്ട് ഇൻവിറ്റേഷൻ. എന്നിട്ട് നമ്മളിട്ട് എട്ടങ്കറ് കളിപ്പിച്ച് ഒന്നിനും കൊള്ളാണ്ട് ലൂട്ടിമസ്സാക്കി വിടും. സഞ്ജയൻ പറഞ്ഞ പോലെ ആകെ ഒന്നിനും കൊള്ളാത്തൊരു എന്താ പറയുക, അവഗണിക്കപ്പെട്ടൊരു ഒരു ഒരു മനുഷ്യനെ പോലെ ആക്കി വിടും നമ്മളെ. നമ്മളെ എന്താ പറയുക, നമ്മളുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ കാമക്രോധ ലോഭ മോഹ മത മത്സരങ്ങളായിട്ടുള്ള ഈ ഷഡ്വികാരങ്ങൾ വന്ന് നമ്മളെ കീഴടക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഭഗവാൻ ഇവരെയെല്ലാം കീഴടക്കി ഭഗവാന് വേണ്ട കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിച്ച് പണി കഴിഞ്ഞാൽ പൊക്ക പുറത്തെന്നും പറഞ്ഞ് കൂലിയും കൊടുത്ത് പറഞ്ഞയക്കണം. നമ്മളതല്ല. നമ്മളതിന് വലിയ സ്വീകരണം കൊടുക്കല്ലേ ചെയ്യണം. ആങ്കർ, ഓ പ്ലീസ് കം, ഓ യു ഹവ് കം, ഗുഡ് കമ്പനി ഐ വിൽ ഹാവ് ടുഡേ ആഫ്റ്റർനൂൺ. കുറേ ആൾക്കാർക്ക് കുറേ പണി കൊടുക്കാണ്ട്, വാ നീ വാ എൻ്റെ കൂടെ എന്നുകൊണ്ട് നമ്മൾ അയാളെയും വിളിച്ച് തോളിൽ കൈ വിട്ടിട്ട് സ്വീകരണ മുറിയിൽ കൊണ്ടിരുത്തി കാപ്പിയും കൂൾ ഡ്രിങ്കൊക്കെ കൊടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ആകെ അലങ്കോലാക്കിയിട്ടാണ് അവൻ പോവുക. അതാണ് നമ്മളവരുമായിട്ട് വ്യത്യാസം. കാരണം ഹി മേക്സ് എ സ്ലേവ് ഓഫ് അവർ സെൽസ്. നമ്മളെ അവൻ അടിമപ്പെടുത്തുന്നു.
നേരെ മറിച്ച് ഭഗവാൻ അവനെ അടിമയാക്കി നിർത്തുന്നു. ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം അടിമയാണ്. ഇന്ദ്രിയ വിഷയങ്ങൾ, ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അടിമപ്പെട്ട് കിടക്കുകയാണ്. They have no choice. നമ്മളെ കുരങ്ങി കളിപ്പിക്കും നമ്മളുടെ ഷഡ്വികാരങ്ങൾ, കാമക്രോധ ലോഭ മോഹമത മാത്സര്യങ്ങൾ. അവരുടെ വശത്താണ് നമ്മൾ, അവരുടെ വശംവദനായി തീർന്നിരിക്കുകയാണ്. വി ആർ അണ്ടർ ഹിസ് കൺട്രോൾ. അങ്ങനെ ആവരുത് എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവരുത് കുട്ടികളെ. നിങ്ങൾ എന്തിനാ തന്നെ നിൽക്കണേ? പണിക്ക് ആളെ നിർത്തിക്കഴിഞ്ഞാൽ അവനെ എന്തിനു വീട്ടിലേക്ക് കിടത്തണു? പിച്ചയ്ക്കു വന്നവന് വീടു കയറ്റി വിട്ടാൽ അച്ചിക്കു നായരവൻ എന്നു നിനയ്ക്കും. അപ്പോൾ മൊച്ചക്കുരങ്ങനെ വിളിച്ചരികത്തു വെച്ചാൽ ഉച്ചയ്ക്കുമേൽ കയറി നാടകമാടി നിൽക്കും. അതല്ലേ ഇപ്പം നമ്മൾ ചെയ്യണം. അത് ചെയ്യരുത്. ടേക്ക് ചാർജ് ഓഫ് യുവർ സെൽഫ്. മൂന്നാം അധ്യായത്തിൽ കർമ്മയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. അല്ലേ? വളരെ സ്പഷ്ടമായിട്ടാണ് പറയണത് ഭഗവാൻ. ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതോ. നിന്റെ ഘടന അങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. തയോന വശമാഗച്ഛേത് തൗപസ്യ പരിപന്ഥിനൗ. രാഗദ്വേഷങ്ങൾ ഇന്ദ്രിയസ്യർത്ഥേ ഓരോ രാഗദ്വേഷങ്ങളും ഓരോരോ ഇന്ദ്രിയത്തിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയാണ് വെച്ച് ഘടിപ്പിച്ചിരിക്കുന്നത്. ലോകം അങ്ങനെയാണ്, സൃഷ്ടി അങ്ങനെയാണ്. ദാറ്റ് ഈസ് മൈ പ്രോഡക്റ്റ്. But I am trying to be careful. I am giving you a warning on my own product. ഇല്ലേ, പ്രൊഡക്റ്റിൻ്റെ അടിയിൽ ഉണ്ടാവില്ലേ വാർണിംഗ്, അങ്ങനെ യൂസ് ചെയ്യരുത്, അങ്ങനെ യൂസ് ചെയ്യരുത് എന്നൊക്കെ. എന്തിനാ? അത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. അല്ലാണ്ട് നീ എന്താ പിന്നെ എന്തിനാ അങ്ങനെ ഉണ്ടാക്കിയേ? വാർണിംഗ് തരിക ഒരു ഭാഗത്ത് നല്ല ഇഷ്ടം പോലെ മെഷീൻ ഉണ്ടാക്കുക. അല്ല, മെഷീൻ സ്റ്റാൻഡേർഡായിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. അത് എങ്ങനെ ഉപയോഗിക്കരുതെന്നുള്ള എനിക്ക് ഞാൻ വാർണിംഗ് തരുന്നുണ്ട്. പിന്നെന്താ വേണ്ടത്? അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞ ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോ ന വശമാഗച്ഛേത് തൗസ്യ പരിപന്ഥിനോ. നിന്റെ ശത്രുവാണവൻ. ആലോചിച്ച് പെരുമാറുക. അവരുടെ പാട്ടിലായി പോരുത്, ശത്രുക്കളുടെ പാട്ടിലായി പോരുത്. തമ്പുരാൻ്റെ ഉഗ്രൻ തർജ്ജമയാണ് അതിൽ. അർത്ഥമൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ദ്രിയസ്യർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതോ. രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ടിങ് ഇന്ദ്രിയാർത്ഥങ്ങൾ തോറുമേ. ഓരോ ഇന്ദ്രിയാർത്ഥത്തിലും രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന ഓരോ ദൃശ്യവസ്തുക്കളിലും ഇന്ദ്രിയാർത്ഥങ്ങളിലും ആഗ്രഹങ്ങൾ നിൽപ്പുണ്ട്, രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ട്. ചിലതിനോട് നമുക്ക് ഇഷ്ടമില്ല, ചിലതിനോട് നമുക്ക് ഇഷ്ടമാണ്. ലോകത്തിനെ നമ്മൾ രണ്ടാക്കി അങ്ങോട്ട് മാറ്റി, രാഗം ആൻഡ് ദ്വേഷം. ചില കാര്യങ്ങളോട് എനിക്ക് വളരെ ഇഷ്ടമാണ്, ചില കാര്യങ്ങളോട് എനിക്ക് തീരെ ഇഷ്ടമല്ല. ലോകത്തിൻ്റെ ഘടന അങ്ങനെയാണ്. രാഗദ്വേഷങ്ങൾ നിൽപ്പുണ്ടിങ് ഇന്ദ്രിയാർത്ഥങ്ങൾ തോറുമേ തയോർ ന വശമാഗച്ഛേത്. അവരുടെ വശത്തായി പോരുത് അർജുന. തയോർ ന വശമാഗച്ഛേത് തൗപസ്യ പരിപന്ഥിനോ. എന്നെൻ്റെ ശത്രുവാണ് അവർ. അവറ്റൻ പാട്ടിലായി പോകൽ ഇവൻ അവനൊരു വിരോധികൾ. ഇവന് ഈ മനുഷ്യന് നിനക്ക് വിരോധികളാണ്. ദേ ആർ യുവർ എനിമീസ്. ആരെ? ഷഡ്വൈരികൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ, ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ. ഇന്ദ്രിയസ്യേ രാഗദ്വേഷവും വ്യവസ്ഥ എന്ന് പറഞ്ഞില്ലേ, ആ രാഗദ്വേഷങ്ങൾ
അവ ഇവന് വിരോധിയാം, എനിക്ക് വിരോധിയാണ് അവൻ. ഇതിന് സ്പഷ്ടമായിട്ട് എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു തരിക അല്ലേ? അപ്പോൾ അതാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. ഭഗവാൻ ഈ സിദ്ധൻ, ഒരു രാഗദ്വേഷം ഭഗവാനെ ബാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? രണ്ടാമത്തെ സിദ്ധ എന്നുള്ള അർത്ഥം അന്യാശ്രയം കൂടാതെ നിൽക്കുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഒരാശ്രയം ഭഗവാന് വേണ്ട, ആരും സപ്പോർട്ട് വേണ്ട. നിലനിൽപ്പിന് ഒരാളെ ആശ്രയിക്കുക, ശരിക്കും സെൽഫ് മെയ്ഡ് എന്ന് ആരാന്ന് ചോദിച്ചാൽ ഭഗവാൻ മാത്രമാണ് സെൽഫ് മെയ്ഡ്. മറ്റാർക്കും, ഒരു ജീവിക്കും സെൽഫ് മെയ്ഡ് എന്ന് എന്താ അവകാശപ്പെടാൻ പറ്റില്ല. നൺ ക്യാൻ ക്ലെയിം ടു ബി സെൽഫ് റിലയൻറ്റ്, നോ വൺ ഇൻ ദ വേൾഡ്. ആലോചിച്ച് നോക്കിക്കോളൂ. അന്യാശ്രയം ഇല്ലാണ്ട് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. നോ വൺ. നിങ്ങൾ എത്ര ധനവാനായാലും ശരി, എത്ര സമ്പന്നനായാലും ശരി, സ്നേഹവാനായാലും ശരി, എത്ര ഏത് ടെറണിക്കൽ എന്താ പറയുക ടെററിസ്റ്റ് ആയാലും ശരി, ആരായാലും ശരി, അന്യാശ്രയം ഇല്ലാതെ യു കനോട്ട് ലിവ് ഇൻ ദിസ് വേൾഡ്. യു കനോട്ട് എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഭഗവാൻ അങ്ങനെയല്ല, ഒരാശ്രയം വേണ്ട. എല്ലാം ഭഗവാന്റെ കയ്യിലുണ്ട്. ഭഗവാൻ ആവശ്യമുള്ളതെല്ലാം ഭഗവാന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓംനിഷ്യൻ്റ് എന്ന് പറയാൻ കാരണം. ഓംനി പൊട്ടൻ്റ്, ഓംനിഷ്യൻ്റ്, ഓംനി പ്രസൻറ്റ് എന്നൊക്കെ പറയാൻ കാരണം എന്താ? ഇതാണ്, അന്യാശ്രയം ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? അതാണ് അന്യാശ്രയമില്ലാതെ എന്നുള്ള അർത്ഥം. അടുത്തത് വേറെ ഒരു നാമം പറയണത് അഷ്ടസിദ്ധികളുള്ളവൻ. ഭഗവാൻ അഷ്ടസിദ്ധിയുള്ളവനാണ്. ഈ സിദ്ധികൾ വളരെ അപൂർവം ചില യോഗിമാർക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അതായത് ധ്യാനത്തിലിരുന്ന് തീവ്ര ധ്യാനത്തിലേക്ക് മാറി അവനവൻ്റെ കുണ്ടലിനി ശക്തി ഉയർത്തി അടിയിൽ നിന്ന് മേൽപോട്ട് കൊണ്ടുവന്ന് ശിരസ് വരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓരോരോ സ്റ്റേജിലും നമ്മൾ 6 കുണ്ടലിനി ശക്തികൾ പറഞ്ഞില്ലേ നമ്മൾ, അത് ഓരോരോ സ്റ്റേജിലും ഓരോരോ ഡെവലപ്മെൻ്റ് ആയ സമയത്തും ഓരോരോ സിദ്ധികൾ നമുക്ക് വരും, ആ പുരുഷന്മാർക്ക് വരും. സാധാരണ അവരൊന്നും എടുത്ത് ഉപയോഗിക്കാറില്ല. അത് ഉപയോഗിക്കേണ്ടതിന്, അത് സാധാരണ ഒരു ലെവലിൽ ഉപയോഗിക്കേണ്ടതിനല്ല. അത് ആ ശക്തികളൊക്കെ സിദ്ധിക്കും നമുക്ക്. അത് പ്രപഞ്ചിക ലോകത്തിൽ തരണം ചെയ്യാൻ, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിദ്ധികളല്ല. അത് ബ്രഹ്മസാക്ഷാത്കാരം വരെ സാധന ഉണ്ടാകണം. ആ സാധനകൾ നിർത്തരുത്. ചില സിദ്ധികൾ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും, ഇതൊക്കെ മതി. അതിനുള്ള അല്ലാതെ അതൊക്കെ നശിച്ചു പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ കാണണം. എല്ലാ അഷ്ടസിദ്ധികളും നമ്മൾ യോജിക്കണം. എന്നാൽ മാത്രമേ സ്പിരിച്വൽ പ്രോഗ്രസ്, അതിന് തയ്യാറെടുത്തിരിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുക. ആ യോഗ നിർവൃത ധ്യാനയോഗത്തിലൂടെ പോകുന്നവർക്ക്, ദ റൂട്ട് ഓഫ് മെഡിറ്റേഷൻ, എക്സ്ട്രീം യോഗിവര്യന്മാരെന്നൊക്കെ പറയില്ല നമ്മൾ. കുണ്ടലിനി ശക്തികൾ, കുണ്ടലിനി ശക്തി ഉയർത്തി മേൽപോട്ട് കൊണ്ടുവരുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാമകൃഷ്ണ പരമഹംസൻ്റെ ഒരു സ്റ്റോറി കഥ പറയും. രാത്രി അപ്പുറത്തേക്ക് പുഴ കിടക്കാനായിട്ട് വഞ്ചി പോയി, അവസാനത്തെ വഞ്ചി പോയി. രാമകൃഷ്ണനും ശിഷ്യനും കൂടി അപ്പുറത്തേക്ക് കിടക്കാൻ പോവായിരുന്നു. പുഴ വഞ്ചി വരാൻ വളരെ വൈകും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവിടെ അപ്പുറത്ത് വേഗം എത്തും വേണം. അപ്പോൾ അന്ന് വഞ്ചി ഇത്ര കാലണേറ്റാണ് വഞ്ചി അങ്ങോട്ട് കടത്താൻ. അത് കുറച്ച് നേരം കഴിഞ്ഞാൽ വഞ്ചി വരും, അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ശിഷ്യന് അപ്പുറത്തേക്ക് എത്താൻ കുറച്ച് ധൃതി, എന്തോ അറിയില്ല അയാൾക്ക് ധൃതി. അപ്പോൾ രാമകൃഷ്ണനോട് പറഞ്ഞു, അങ്ങ് അഷ്ടസിദ്ധിയുള്ള ആളല്ലേ, ഇതിപ്പോൾ എന്നെയും കൊണ്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് കിടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അത്രേ പുഴ അപ്പുറത്തേക്ക് അങ്ങോട്ട് കിടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞത്രേ, എത്ര സമയം കാത്തു നിൽക്കണം ഇവിടെ വഞ്ചി വരാൻ? അതൊരു 15 മിനിറ്റ് കാത്തു നിന്നാൽ മതിയാവും. എന്താ അങ്ങോട്ട് കൊടുക്കാൻ വഞ്ചി കൂലി? അത് കാലണ.
ഒരു 15 മിനിറ്റിനും കാലണയ്ക്കും വേണ്ടിയിട്ട് ഇത്രയധികം പ്രയത്നിച്ച് കിട്ടിയിട്ടുള്ള സിദ്ധി ഞാൻ കളയണമെന്നാണോ നീ ഉദ്ദേശിക്കണതെന്ന് ചോദിച്ചു. അത്രേ. ഒരു 15 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ആ ബോട്ട് വരുന്ന കാലണ കൊടുത്താൽ അപ്പുറത്തേക്ക് എത്തും ചെയ്യും. അതിന് വേണ്ടിയിട്ട് എൻ്റെ സിദ്ധി എൻ്റെ കയ്യിലുണ്ട്, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാനുള്ള സിദ്ധി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ ഉണ്ടാക്കിയ സിദ്ധി, ധ്യാനത്തിലിരുന്നിട്ട് ഉണ്ടാക്കിയ സിദ്ധി അതങ്ങോട്ട് കളയണോ? ഇതിന് ഉപയോഗിക്കാനാണോ അത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനൊരു പാഠം പറഞ്ഞു കൊടുക്കുന്നതാണ് രാമകൃഷ്ണ അമൃതവചനത്തിൽ കാണാറുള്ളത്, പറയുന്നത്, കിടക്കാറ്. ശരിയാ. അപ്പം ആ സിദ്ധികളൊക്കെ നമുക്ക് ആധ്യാത്മിക പുരോഗമനത്തിന് ഉപയോഗിക്കേണ്ടതാണ്. സിദ്ധികൾ കിട്ടും. 8 ഐശ്വര്യ അഷ്ടസിദ്ധികളെന്നാണ് പറയുക. ഏതൊക്കെയാണെന്ന് അറിയോ? അറിയുന്നവർ ഇതിൽ പലവരും ഉണ്ടാവും, എനിക്കറിയാം. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും അറിയാത്തവർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അണിമ, മഹിമ, ലഘിമ, ഗിരിമ, ഈശത്വം, വശിത്വം, പ്രാപ്തി, പ്രകാശം. ഇതാണ് 8 സിദ്ധികൾ. ഇതിൽ അണിമ എന്ന് വെച്ചാൽ ചെറുതാവാനുള്ള, ശരീരം ചെറുതാവാനുള്ള പ്രയോഗം. അതൊരു സിദ്ധിയാണ്. ഒരിക്കലും ശരീരം അങ്ങോട്ട് ചെറുതാവുക. മഹിമ, ശരീരം വലുതാക്കുക. ലഘിമ, കനം കുറയ്ക്കുക. ഗിരിമ, കനം കൂട്ടുക. ഇതൊക്കെ ഹനുമാൻ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് രാമായണ കഥയിൽ. ഇല്ലേ? അറിയില്ലേ? ചെറുതായി, വലുതായി, കനം കുറച്ചു, കനം കൂട്ടി. അണിമ, മഹിമ, ലഘിമ, ഗിരിമ ഇതൊക്കെ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാണ് ഹനുമാൻ. ഹനുമാൻ വലിയ യോഗിവര്യനല്ലേ. 14. പിന്നെ ഈശത്വം, ഈശാഭാവം, ഈശ്വരനാണ് താനെന്നുള്ളൊരു ഭാവം, ശക്തി. വശിത്വം, വശീകരിക്കാനുള്ള ശക്തി. ഒരാളോട് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ജയിച്ചിട്ടേ അവിടുന്ന് പോരുള്ളൂ. വാഗ്മിത്വം, വാക്കുകളെ കൊണ്ട് വശീകരിക്കാനുള്ള കഴിവ്. അതൊരു സിദ്ധിയാണ്. എല്ലാവർക്കും അത് കിട്ടില്ല. മനസ്സിലായില്ലേ? എത്ര ചീത്തകാരിയാണെങ്കിലും അത് പറഞ്ഞാൽ സമ്മതിച്ച് തലകുലിക്കും ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഇവിടെ വന്നിട്ടോ നമ്മൾ ആലോചിക്കായി അത് ഞാൻ പറയണ്ടായിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതൊരു സിദ്ധിയാണത്, വശീകരണ സിദ്ധി. പ്രാപ്തി, എന്തും നടത്താനുള്ള ശക്തി, കഴിവ്, എബിലിറ്റി എന്നൊക്കെ പറഞ്ഞു. പ്രകാശം, പ്രത്യക്ഷപ്പെടുക. എവിടെ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാം. സർവവ്യാപിയുടെ ഒരു ചെറിയൊരു അംശമാണത്. ആവശ്യമുണ്ടെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടാം. പ്രാകാശ്യം. അപ്പോൾ ഇതാണ് ഈ 8 അണിമ, മഹിമ, ലഘിമ, ഗിരിമ, ഈശത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം. ഈ 8 ഗുണങ്ങളും ഭഗവാന്റെ ഇൻബിൽറ്റ് ക്വാളിറ്റീസാണ്. ബൈ ബർത്ത് കിട്ടിയതാണ് ഭഗവാന്, ഉണ്ടാക്കിയതൊന്നല്ല. ബൈ ബർത്ത് ഇല്ലാച്ചോളൂ. അപ്പോൾ അതിൽ അലിഞ്ഞു ചേർന്നതാണ്, ഇൻബിൽട്ടാണ് എന്നർത്ഥം. അപ്പം അതാണ് സിദ്ധ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ലളിതാ സഹസ്രനാമത്തിൽ ഈ നാമം വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാതാ, യശസ്വിനി. 3 സിദ്ധിയാണ് കൽക്കിക്കുന്നത്. സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാതാ, യശസ്വിനി. അപ്പോൾ ഞാൻ പിന്നെയും പറയണു, ഇതെല്ലാം ഒന്നാണ്. എല്ലാം ഒന്നാണ്. ദേവി എന്ന് പറയുന്നതും, കൃഷ്ണൻ എന്ന് പറയുന്നതും, രാമൻ എന്ന് പറയുന്നതും, ഭഗവാൻ എന്ന് പറയുന്നതും, ഈശ്വരൻ എന്ന് പറയുന്നതും, ചോറ്റാനികരം, എല്ലാം ഒന്ന്. എവരിത്തിങ്, സർവം ബ്രഹ്മമയം. എല്ലാം ബ്രഹ്മമയം. അതാണ് നമുക്ക് ഇതിൽ നിന്ന് അറിയേണ്ട താല്പര്യം. ഓക്കെ. പിന്നെ ഈ നാമങ്ങളൊക്കെ നമ്മൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പഠിക്കണമെന്ന് മാത്രം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അടുത്ത നാമം ശത്രുജിത്ത്. ശത്രുജിത്ത് നമ്മൾ കണ്ടതാണ്, ശത്രുക്കളെ ജയിക്കുന്നവൻ. ഇനിയിപ്പോൾ രണ്ടാമത് പറയേണ്ട കാര്യമൊന്നുമില്ല. അസുരന്മാരും രാക്ഷസന്മാരും വലിയ വലിയ വരദാനങ്ങൾ ശിവൻ്റെ കയ്യിൽ നിന്നും ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നൊക്കെ കൈവരിച്ചിട്ട് അവരുടെ ഉന്നമനത്തിന് ശ്രമിക്കാതെ അവരുടെ കുലത്തിന് സാത്വികമായി അല്ലെങ്കിൽ രജസികമായിട്ടോ താമസികമായിട്ടോ അവരുടെ ലോകത്തിനും അവരുടെ പ്രജകൾക്കുമുള്ള ഉന്നമനത്തിന് ശ്രമിക്കാതെ ആധ്യാത്മിക നിഷ്ഠയുള്ള ശിഷ്ടന്മാരെ ഉപദ്രവിക്കാൻ, അവരുടെ തപസ് മുടക്കാനും യാഗം മുടക്കാനും യജ്ഞം മുടക്കാനും ഒക്കെ ആവശ്യമില്ലാത്ത ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് കയറിച്ചാടി
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ അവരെ ശത്രുക്കളായി നിഗ്രഹിക്കുന്നു. ശത്രുജിത്ത്, ആ ശത്രുക്കളൊക്കെ നശിപ്പിക്കുന്നു. അവർക്ക് എത്ര വലിയ തപോവനം ഉണ്ടായാലും ശരി, വിജയം ഭഗവാന് സുനിശ്ചിതം. അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പുരാണ ചരിത്രങ്ങൾ മുഴുവൻ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ദേവന്മാരുടെ ശത്രുക്കളും അവരുടെ ശത്രുക്കളാണ്. ദേവന്മാരോട് ആരെങ്കിലും ഏതെങ്കിലും രാക്ഷസന്മാർ ദേവന്മാരെ വെല്ലാൻ പുറപ്പെട്ടാൽ അവരൊക്കെ എന്താ പറയുക, കയ്യൂക്കുണ്ടെങ്കിൽ അവർ ജയിക്കും. അല്ല, ജയിക്കാൻ പറ്റാത്ത തലയ്ക്ക് മീതെ വരികയാണെങ്കിൽ, വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ അവർ നേരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകും. ഭഗവാനേ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും അങ്ങോട്ട്. സർവബാധാ പ്രശമനം ത്രൈലോക്യാസ്യാഖിലേശ്വരി ഏവം ഏവത്വയാ കാര്യം അസ്മത് വൈരി വിനാശിനം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം എന്താ കാണിക്കുന്നത്? ശത്രുജിത്ത്, ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ അർത്ഥം. അതാണ് ആ നാമത്തിൻ്റെ സാരം. അതേ അർത്ഥം തന്നെ വരുന്ന വേറൊരു നാമം പറയുന്നു, ശത്രുതാപന. വേറൊരു വിധത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. ശത്രുതാപന എന്ന് വെച്ചെങ്കിൽ ശത്രുക്കൾക്ക് താപമുണ്ടാക്കി കൊടുക്കുന്നവൻ അർത്ഥം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്നവൻ, മറ്റുള്ളവരെ ഉണ്ടാവുണ്ടിയിൽ ചാടിക്കുന്നവൻ, ശത്രുക്കളെ അബദ്ധത്തിൽ ചാടിക്കുന്നവൻ, അവർക്ക് താപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. താപത്രയങ്ങൾ ശത്രുക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അവരെ വിജയിച്ച പോലെയായില്ലേ? അതൊരു യുദ്ധതന്ത്രമാണ്. അവർക്കൊരു താപം ക്രിയേറ്റ് ചെയ്യുക, അവർക്കൊരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുക, ഇത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ശത്രുക്കളെ വാർ സ്ട്രാറ്റജിയാണ് അതൊക്കെ. ഭഗവാനോടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. അതുകൊണ്ടാണ് ശത്രുതാപന, ശത്രുജിത്ത്. എങ്ങനെയാണ് ശത്രുവിനെ ജയിക്കുക? ശത്രുതാപന വഴി. ശത്രുവിനെ തപിക്കുന്ന, ശത്രുക്കൾക്ക് താപം നൽകുന്നത് വഴി ശത്രുജിത്താവും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അടുത്ത നാമം ന്യഗ്രോധ. ന്യഗ്രോധ, വാക്ക് ശ്രദ്ധിച്ചോളണേ. ന്യഗ്രോധ, പ്രത്യേകിച്ച് വായിക്കുമ്പോൾ ന്യഗ്രോധ ആണ്. ന്യഗ്രോധ എന്ന് വെച്ചെങ്കിൽ രണ്ടർത്ഥം പറയുന്നുണ്ട്. കീഴ്പോട്ട് വളരുന്നത് എന്നൊരർത്ഥം, ഗോയിങ് ഡീപ്പ്, കീഴ്പോട്ട്. മരച്ചീനിയൊക്കെ ഇല്ലേ, ഉദാഹരണം പറയുന്നത് മാത്രം. കീഴ്പോട്ടല്ലേ പോകണം, ഭൂമിയിൽ നിന്ന് കീഴ്പോട്ടല്ലേ പോകണം. രണ്ടാമത്തെ അർത്ഥം സകല ഭൂതങ്ങളെയും മായയാൽ മറയ്ക്കുന്നവൻ, ന്യഗ്രോധ. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നിരുക്തി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് നമുക്ക് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഈ ബ്രഹ്മാദികൾക്കും ഉപരിയായി അത്യുന്നത പദവിയിലിരിക്കുന്ന കാരണപുരുഷനാണ് പരബ്രഹ്മം, അല്ലേ? ടോപ്പ് മോസ്റ്റ് ഫ്ലോറിലാണ് അങ്ങോട്ട് താമസം. ബ്രഹ്മാവിനേക്കാൾ ഉന്നതമായിട്ടുള്ള പദവിയിലാണ്. ആ പരബ്രഹ്മം പ്രപഞ്ചരൂപത്തിൽ, പ്രപഞ്ചം എന്നുള്ള രൂപമെടുത്തിട്ട് കീഴ്പോട്ട് വളരുന്നതായിട്ടാണ് ഋഷീശ്വരന്മാർ കാണുന്നത്. അവരാണത് വർണ്ണിക്കുന്നത്. വേദങ്ങളൊക്കെ വർണ്ണിക്കുന്നത് ഋഷീശ്വരന്മാർ കണ്ടാണ്. മന്ത്രദൃക്കുകളാണ് അവർ. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ കാണുകയാണ് അവർ. ആ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളിൽ എന്താ അവർ കാണുന്നത്? വായിക്കുക മാത്രമല്ല, അത് കാണുന്നു. ഈ ബ്രഹ്മാദികൾക്കൊക്കെ ഉപരിയായിട്ടിരിക്കുന്ന പരബ്രഹ്മം ന്യഗ്രോധ, പ്രപഞ്ചരൂപമായിട്ട്, സംസാരരൂപമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. എൻ്റെ പേര് താഴത്തേക്ക് പോണു, ഉറപ്പിക്കാൻ, ആ സംസാരത്തിനെ ഉറപ്പിക്കാൻ. അരക്കിട്ട് ഉറപ്പിക്കാൻ എന്നൊക്കെ പറയില്ല, അതൊക്കെ മുകളിലാണ്. ഇത് റൂട്ട്, ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പോണു. അതാണ് ഋഷീശ്വരന്മാർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഭഗവാന്റെ വ്യാപ്തി എത്രത്തോളം പ്രപഞ്ചത്തിലുണ്ടെന്ന് ഭഗവാൻ തന്നെ പറയണു നമ്മളോട്. എൻ്റെ വളർച്ച മേലോട്ടല്ല, എനിക്ക് ഇനി മേൽപോട്ട് ഇനി വളരില്ല. ഐ ഹാവ് നത്തിങ് ടു ഗോ അപ്പ്. ഇനിയിപ്പോൾ ഒന്ന് താഴേക്കൊന്ന് പോയി നോക്കുക, അല്ലേ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവാന്റെ വളർച്ച എങ്ങനെയാണ്. 15-ാം അധ്യായത്തിൽ ഈ ശ്ലോകം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, വ്യാഖ്യാനിച്ചതാണ്. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഇതാ ഒരു മരം. അർജുന, ഐ എം ഗോയിങ് ടു പെയിൻറ്റ് എ പിക്ചർ ഫോർ യു. ഒരു മരം. മരം എങ്ങനെയാ? ഊർധ്വമൂലം അധശാഖം.
വേരുകളെല്ലാം മേലോട്ട്. അധശാഖം, ശാഖകളൊക്കെ താഴത്തേക്ക്. അപ്പം അടിയിൽ പോകേണ്ട വേരുകൾ മേലോട്ട് എന്ന് വെച്ചെങ്കിൽ ഊർജം കിട്ടുന്നത് മുകളിൽ നിന്ന്. എന്തിന്? ഈ താഴത്തേക്ക് പോകാനുള്ള വേരുകൾക്ക് ശക്തി നൽകാനായിട്ട് ഊർജം കൊടുക്കുന്നത് മുകളിൽ നിന്ന്. അപ്പോൾ ഒരു മരത്തിൻ്റെ അടിവേരായിട്ട് പോകാൻ പോണു താഴത്തേക്ക്, വേരുറപ്പിക്കാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ നാരായ വേര് അതുവരെ കീഴ്പോട്ട് വന്ന് ഈ പ്രപഞ്ച മരത്തെ ഒന്ന് ഉറപ്പിച്ചു ഇവിടെ നിർത്തണം. അതാണ് ഭഗവാന്റെ കളി. ഇത് ഭഗവാൻ ലീല. ഇതാണ് സംസാരക്കളി, പ്രപഞ്ചക്കളി, പ്രപഞ്ചലീല. കാരണവന്മാരുടെ ഒരു ദിവസം കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് വാ, കുറച്ച് കളിക്കായിരുന്നിട്ട്. ഇത് കളിയാ മുത്തശ്ശ? ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു മരം ഉണ്ടാക്കാം. ഇട്ട് വാ, പുറത്തേക്ക് വാ, ഒരു മരം ഞാൻ ഇവിടെ നടാം. അത് നിനക്കൊന്ന് വീട് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? ആ, എന്താ മുത്തശ്ശ, ഞാൻ ചെയ്യാമെന്ന്. അങ്ങനെ കാരണവന്മാരുടെ കളിക്കുകയാണ് കുട്ടിയോട്. അദ്ദേഹത്തിൻ്റെ വേര് ഇറങ്ങി കീഴ്പോട്ട് പോയി, കീഴ്പോട്ട് പോയി. ശക്തി ഇനി ഒന്ന് പറിച്ചെടുക്കുക. അതിനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു മുത്തശ്ശൻ. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. എടാ പൊട്ട, അത് മുറിക്കടാ, താഴത്തേക്ക് പോയ വേര് മുറിക്ക നീ. എൻ്റെ കളി അതാണ്. അതല്ലേ നമ്മുടെ കളി, അവിടെയല്ലേ ഗെയിം. നീ ഗെയിം കളിക്കണമെങ്കിൽ, നീ ഗെയിം ജയിക്കണമെങ്കിൽ, നീ ഞാൻ താഴത്തേക്ക് അയച്ചിട്ടുള്ള വേര്, അടിവേര് നീ മുറിച്ചുകളെ. മുത്തശ്ശ എൻ്റെ കൈ എന്തുകൊണ്ടാണ് ഞാൻ മുറിക്കുക? ഏയ് അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. അസംഗമായിരിക്കുന്ന ശസ്ത്രം കൊണ്ട്, ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കുന്ന വാളുകൊണ്ട്, അല്ലെങ്കിൽ മഴുകൊണ്ട്, ദൃഢേന ചിത്വാ, ദൃഢവിശ്വാസത്തോടു കൂടി അതിനെ മുറിച്ച് കളയടാ. പിന്നെ സംസാരം ഉണ്ടാവില്ല, പ്രപഞ്ചം ഉണ്ടാവില്ല നിനക്ക്. കട്ട് ഓഫ്, കട്ട് എസണ്ടർ അല്ലേ? അപ്പം അസംഗമായിരിക്കുന്ന മഴുകൊണ്ട്, ഡിറ്റാച്ച്മെൻറ്റ്, ഈ താഴോട്ടിറങ്ങിയ വേര്, സംസാരത്തിൽ നമ്മളെ കുടുക്കുന്ന വേര്, കർമാണ ബന്ധീനി മനുഷ്യലോകെ, നമ്മുടെ കർമ്മങ്ങളെയൊക്കെ ബന്ധിക്കുന്നത് ആ വേരാണ്. അതിനെ മുറിച്ചുകളെ. അതല്ലേ കളി നമ്മുടെ. മുറിച്ചു കളയാൻ പറ്റും. അസംഗശസ്ത്രേണ. ഏതെങ്കിലും മഴ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അസംഗശസ്ത്രം കൊണ്ടുപോവാ. അല്ലാണ്ട് ഇരുമ്പുകൊണ്ടും കാര്യവും, ഇരുമ്പുകൊണ്ടും ഇല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ മഴയൊന്നും പറ്റില്ല. അസംഗശസ്ത്രേണ, അസംഗമായിട്ടുള്ള ശസ്ത്രം കൊണ്ടുപോവാ. ഡിറ്റാച്ച്മെൻറ്റ്, സോഡ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് ഓർ ആക്ട്സ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. നിസ്സംഗത്വം, നിസ്സംഗത്വം, നിസ്സംഗത്വം പുനഃപുന എന്ന് പറയുന്നത് വെറുതെയല്ല. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. മനസ്സിലായില്ലേ? ആണ് ഭഗവാൻ താഴോട്ടിറങ്ങി വന്ന് ഈ സംസാരത്തിനെ ആട്ടി ഉറപ്പിച്ച് നിർത്തുന്നു. അവിടെ നിങ്ങൾ എന്ത് കുലുങ്ങിയാലും സംസാരം കുലുങ്ങില്ല. പക്ഷേ നിങ്ങൾക്കതൊന്ന് പുറത്ത് കിടക്കണോ? വെട്ടി മുറിച്ചോളിൻ വേര്. ഒരു മരം മുറിക്കണ പരിപാടി ഏറ്റെടുത്തോളൂ. മനസ്സിലായി? പിന്നെ താഴത്തേക്ക് വരിക എന്നുള്ളതിന് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ, ഈ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം എന്നുള്ള 2 ലക്ഷ്യമുണ്ടല്ലോ ഭഗവാന്. അതെങ്ങനെയാണ് നിറവേറ്റുന്നത് ഭഗവാൻ? പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത. സാധു സംരക്ഷണത്തിനും ദുഷ്ട സംശിക്ഷണത്തിനും ധർമ്മത്തിന് നിലനിൽപ്പിനും യുഗന്തോറും ജനിക്കുവാൻ. സംഭവാമി യുഗേ യുഗേ, യുഗന്തോറും ജനിക്കുവാൻ. എങ്ങനെയാണ് ജനിക്കണ ഭഗവാൻ? അവതാര പുരുഷനായിട്ടാണ് ജനിക്കണത്. അവതാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അവതരതി ഇതി അവതാര. താഴത്തേക്ക് ഇറങ്ങി വരികയാണ്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് അവതാരം എടുക്കുന്നത് ഭഗവാൻ. അവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ നടത്തിക്കൂടെ? ഇതിന് അവതരതി ഇതി അവതാര. അപ്പോൾ പരിത്രാണായ സാധൂനാം, സാധുജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും അവിടെ ഇരുന്നിട്ട് ചെയ്തൂടെ?
ഓംനിപോട്ടൻ്റ് അല്ലേ, ഓംനി പവർഫുൾ അല്ലേ, എന്ത് വേണി ചെയ്തൂടെ, ബട്ടണമർത്തിയാൽ പോരെ, ഇവരൊക്കെ തല പോവില്ലേ? അതല്ല എൻ്റെ വഴി, അതല്ല എൻ്റെ വഴി. നമ്മുടെ കൂടെ താഴത്തേക്ക് ഇറങ്ങി വന്ന് കാണിച്ചു കൊടുക്കണം എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ബട്ടണമർത്തലല്ല എൻ്റെ ജോലി. നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് അത്ര യു ആർ സോ ക്ലോസ് ടു മൈ ഹാർട്ട്. വേറെ എന്തെല്ലാം ഭൂകമ്പങ്ങൾ നടക്കേണ്ട ലോകത്തിൽ ഞാൻ അതിനൊക്കെ നിർത്തുന്നുണ്ടല്ലോ. ഒക്കെ ഞാൻ ബട്ടണമർത്തി നിർത്തുന്നുണ്ട്. പലതും നിങ്ങൾ അറിയാറ് പോലുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു അബദ്ധം വന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ സൃഷ്ടികളായിരിക്കുന്ന നിങ്ങൾക്ക്, എൻ്റെ കുട്ടികളായിരിക്കുന്ന നിങ്ങൾക്ക് ഒരബദ്ധം വന്നാൽ ഞാനല്ലാണ്ട് പിന്നെ ആരാ വരിക? മറ്റവരോടൊക്കെ ഞാൻ പോകാൻ പറയും എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ. അയ്യേ, ബീർബലിൻ്റെയും അക്ബറുടെ ഒരു കഥ അറിയില്ലേ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നൊക്കെ തോന്നുന്നു. നിങ്ങളുടെ തല കുലുങ്ങണമെന്ന് എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ചിലവരെങ്കിലും ഒക്കെ അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മിക്കവർക്കും അറിയാം. ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. അപ്പോൾ ഭഗവാനില്ല, അക്ബർ ബീർബലിനോടൊരു ചോദ്യം ചോദിച്ചു സാറേ കൊട്ടാരത്തിലെടോ, നിങ്ങളുടെ ഹിന്ദു ശാസ്ത്രപ്രകാരം ഭഗവാൻ താഴത്തേക്ക് ഇറങ്ങി വരുന്നു, അവതാരം എടുക്കണു എന്നൊക്കെ പറയണില്ലേ, നല്ല ആൾക്കാരെ രക്ഷിക്കാനും ചീത്ത ആൾക്കാരെ ശിക്ഷിക്കാനും. അതൊക്കെ ശരിയാണ്, നല്ല തന്നെയാണ് അത്. പക്ഷേ എനിക്കൊരു സംശയം ആകെപ്പാടുള്ളത്, അങ്ങോർക്ക് എല്ലാ അധികാരവും കയ്യിലുള്ള ആളല്ലേ, നമ്മളെപ്പോലെ പരിധിയുള്ള ആളൊന്നും അല്ലല്ലോ അങ്ങോര്. അങ്ങോർക്ക് അവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ നടത്തിയാൽ പോരെ, എന്തിനാ താഴത്തേക്ക് ഇറങ്ങി വരുന്നത്? ഒരു പ്രോട്ടോക്കോളിന്, ഒരു റിസപ്ഷൻ, എന്തിനാ അതൊക്കെ? അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ബട്ടൺ അമർത്തിയാൽ ആരൊക്കെയാണ് ശിക്ഷിക്കേണ്ട വെച്ചാൽ ABCD ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരൊക്കെയാണ് കാച്ചേണ്ട വെച്ചാൽ കാച്ചാലോ അങ്ങോർക്ക്. ഓരോ കിലോ ഓരോ ബോംബിടല്ലേ ഉണ്ട്. ഒരു ന്യൂക്ലിയർ ബോംബ് രാവണൻ്റെ തലയിൽ, ഒരു ന്യൂക്ലിയർ ബോംബ് ദുര്യോധൻ്റെ തലയിൽ, ഒരെണ്ണം കംസൻ്റെ തലയിൽ, അങ്ങനെയായിട്ട് കാച്ചില്ലേ വേണ്ട അവിടെ ഇരുന്നിട്ട്. ഇതിനൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താ അങ്ങനെ? ബീർബലിന് വല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതിന് പറയാം, ഉത്തരം നമുക്ക് പിന്നെ പറയാം, ഇപ്പം സമയമില്ല, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ആ ശരി എന്നും പറഞ്ഞു വിട്ടു. രാജാവ് അത് വിട്ടു. അത് കഴിഞ്ഞ് ഒരു ഉല്ലാസയാത്ര പോയി. യമുന നദിയിൽ ഒരു വഞ്ചിയിൽ, തോണിയിൽ, ബോട്ടിൽ ഉല്ലാസയാത്ര പോവുക. അപ്പോൾ മറ്റേ ബീർബലുണ്ട്, അക്ബറുണ്ട്, ജഹാംഗീറുണ്ട്, കൂടെ പരിവാരങ്ങളുമുണ്ട്, എൻടൂറേജ് കുറേ ആൾക്കാരുണ്ട്, ചിങ്കിടികൾ, അവർ കൂടി ഇങ്ങനെ പോവുക. അപ്പോൾ ബീർബൽ മുൻകൂട്ടി ഒരു പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, രാജാവിന് അറിയില്ല അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ചെരുപ്പ് യമുനയിലേക്ക് വീണു. ആരും എടുത്തിട്ടു, രാജാവ് കാണാണ്ട് ആരും അങ്ങോട്ട് എടുത്തിട്ടു. ബീർബൽ പറഞ്ഞിട്ടാണ് എടുത്തിട്ടത്. എടുത്തിട്ടപ്പോഴാണ് അയ്യോ ഭഗവാൻ, തിരുവനന്തപുരം ഞങ്ങളുടെ ചെരുപ്പ് ഇതാ വീണു താഴത്തേക്ക് വെള്ളത്തിലോ. എവിടെ മേഡന്മാരായി പോയി ചാടി എടുത്തോണ്ടാന്ന് പറഞ്ഞു. 2 ചാടി വെള്ളത്തിൽ, ചെരുപ്പ് എടുത്തോണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അക്ബറുടെ അംഗവസ്ത്രം പോയി വെള്ളത്തിലേക്ക്. അയ്യോ അംഗവസ്ത്രം എന്താ പോയി കാണാനില്ല, എടുത്തോണ്ടാ എന്നിട്ട് രണ്ടാളെ ചാടിച്ചു വെള്ളത്തിലേക്ക്. അംഗവസ്ത്രം എടുത്തോണ്ട് പിന്നെ വെള്ളത്തിൽ പോയത് വാള്. ഇതാ എൻ്റെ വാള് പോയില്ലോ വെള്ളത്തിൽ, ആരെങ്കിലും ചാടി എടുത്തോണ്ടാ വേഗം എന്ന് പറഞ്ഞു. വേഗം കീഴ്പ്പെട്ട് പോകുക, അതിന് മുമ്പ് നിങ്ങൾ ചാടി എടുത്തോണ്ടാന്ന് പറഞ്ഞു. വാളും എടുത്തോണ്ട് പറഞ്ഞു. കിരീടം പോയി. പിന്നെ പോയത് ക്രൗൺ. അത് പോയപ്പോൾ രാജാവ് കിരീടം പോയി, ഇതില്ലാണ്ട് എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. ഒരു 4 ആൾ ചാട്, 4 ആളൊക്കെ ചാടിച്ചു. അതും എടുത്തോണ്ട് കൊടുത്തു. മനസ്സിലായില്ലേ? പിന്നെ ഇതാ കേൾക്കണു രാജാവ് ബീർബൽ പറയണു, തിരുമനസ്സായി ചതിച്ചു. എന്താടോ? ജഹാംഗീർ ഇതാ വെള്ളത്തിൽ ചാടി. ജഹാംഗീർ വെള്ളത്തിൽ ചാടി. കൂട്ടനെ ഭടന്മാരോടൊന്നും പറയാനൊന്നുമില്ല, അക്ബർ നേരിട്ടൊരു ചാട്ടം ചാടിയ വെള്ളത്തിലേക്ക്. അപ്പോൾ അക്ബറെ രക്ഷിക്കാൻ കുറേ ഭടന്മാർ ചാടി. അങ്ങനെ രക്ഷിക്കണല്ലോ. രക്ഷിച്ചു കൊണ്ടുവന്ന് ബോട്ടിലിരുത്തി. അപ്പോൾ നോക്കിയപ്പോൾ ജഹാംഗീർ അങ്ങനെ അവിടെ നിൽക്കണം. എടാ നീ ചാടി, നീ അല്ലേ വെള്ളത്തിൽ ചാടി. അപ്പം വേറൊരു നല്ല തിരുമനസ്, വേറൊരു പ്രതിമ ഉണ്ടായിരുന്നു ജഹാംഗീറിൻ്റെ, എൻ്റെ ഞാൻ ചാടിച്ചതാണ്, ഞാൻ ഇതങ്ങനെ ചെയ്തതാണ്. എന്തിനാ നീ ചെയ്തത്? എങ്ങനെ? ഞാൻ അപ്പോൾ വെറുതെ ആശയമില്ലാണ്ട് വെള്ളത്തിൽ ചാടിയില്ല. അതല്ല, അന്ന് ചോദിച്ചില്ലേ ഭഗവാൻ എന്തിനാ താഴത്തേക്ക് വരുന്നത്? അങ്ങപ്പോൾ അങ്ങയുടെ ചെരുപ്പ് മുതൽ കിരീടം വരെ ആൾക്കാരെ ചാടിച്ചു. ഈ മകൻ ചാടി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ താഴത്തേക്ക് ചാടിയ വെള്ളത്തിലേക്ക്. മകനോടുള്ള ആർത്തി, ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടല്ലേ ഭഗവാൻ ചാടിയത് താഴത്തേക്ക്, മകനെ രക്ഷിക്കാൻ. ഞാൻ തന്നെ ചെന്നാൽ പറ്റുള്ളൂ എന്നുള്ള ഭാവം മനസ്സിൽ വന്നില്ലേ?
അതേ ഭാവം തന്നെ ഭഗവാനും. തൻ്റെ സൃഷ്ടികളോട്, തൻ്റെ കുട്ടികളോട് അവർ അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ പോയില്ലെങ്കിൽ പറ്റില്ല എന്നൊരു ധാരണ മനസ്സിൽ വന്നിട്ടാണ് ചാടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാരണം പറയുന്നുണ്ട്. ഭഗവാൻ എന്തിനാ സ്വയം അവതരിക്കണമെന്ന്. അവതരിക്കണത് ഭഗവാന് അത്ര അധികം ഇഷ്ടമായിട്ട് തന്നെ, വേറെ ഒന്നുകൊണ്ടുമല്ല ആണ്. ഓക്കെ. അടുത്തത് അർത്ഥത്തിൽ പറയുന്നത് സകല ഭൂതങ്ങളെയും മായയാൽ മറയ്ക്കുന്നവൻ. അത് നിങ്ങൾക്കറിയാലോ. ഭഗവാൻ സ്വയം സ്വാധീനമുള്ള മായ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചം മുഴുവൻ മറയ്ക്കുന്നു. പ്രപഞ്ചത്തിനെ മറയ്ക്കുന്നു. പ്രപഞ്ചം കൊണ്ട് അദ്ദേഹത്തിനെ കാണാതെയാക്കുന്നു. അദ്ദേഹത്തിനെ മറയ്ക്കുന്നു. എന്തുകൊണ്ട്? പ്രപഞ്ചം കൊണ്ട് മറയ്ക്കുന്നു. ഇന്നലെ കണ്ടതാണ് നമ്മൾ. ഹിരൺമയേണ പാത്രേണ സത്യസ്യാവിഹിതം മുഖം തത്വം പൂഷണ്ണമാവൃണ്ണ സത്യമായ ദുഷ്ടദേവരില്ലേ. ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ എന്തുകൊണ്ടാണ് മറയ്ക്കുന്നത്? മായ കൊണ്ട് മറയ്ക്കുകയാണ്. കൊളവള. ഭഗവാൻ ഇവിടെ ചെയ്യുന്നത് അതാണ്. ഭഗവാന്റെ സ്വസ്വരൂപത്തിനെ എന്തുകൊണ്ടാണ് മറയ്ക്കുന്നത്? ഈ പ്രപഞ്ചം കൊണ്ട് മറയ്ക്കുകയാണ്. ഭഗവാനെ മായ കൊണ്ട്, ഈ പ്രപഞ്ചം കൊണ്ട് മറയ്ക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാക്കുകയാണ്. ഇപ്പോൾ പുണ്ടരീകത്തിൽ വെച്ചാൽ താമരയിലിരിക്കുന്ന പുണ്ടരീകാക്ഷനെ പ്രാപിക്കാനുള്ള വഴി എന്താ? വഴി ഉള്ളിലിരിക്കണ രണ്ട് വഴിയുള്ളൂ. ഒന്നുകിൽ മരം മുറിക്കുക, അല്ലേ? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, അല്ലെങ്കിൽ മൂടി മാറ്റുക, കവറെടുത്ത് മാറ്റുക, ഡിസ്കവർ. എന്നാലേ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കൈവല്യോപനിഷത്തിലെ മന്ത്രം നമ്മളിവിടെ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഹൃത്പുണ്ടരീകം വിരജം വിശുദ്ധം വിചിന്യ മധ്യേ വിശദം വിശോകം. ഹൃത്പുണ്ടരീകം, ഹൃദയകമലത്തിലിരിക്കുന്ന ആ ചൈതന്യത്തെ മറച്ചിരിക്കുന്നത് എന്താ? പ്രപഞ്ചം, സംസാരം, ഈ പളപള എക്സ്റ്റേണൽ വേൾഡ്, ഒബ്ജക്ട്സ്, എമോഷൻസ് ആൻഡ് തോട്ട്സ്, അത് മറച്ചിരിക്കുകയാണ്. അപ്പം അത് ആ മറ മാറ്റണമെങ്കിൽ രണ്ട് കാര്യമുള്ളൂ. ഒന്നുകിൽ അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, മരം മുറിക്കില്ല, ആരെങ്കിലും മരം മുറിക്കാൻ ഏൽപ്പിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മൂടി ഒന്ന് മാറ്റി തരാൻ പറയാം. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. സൂര്യനാരായണൻ എന്നോട് പറഞ്ഞ പോലെ തത്വം പൂഷണ്ണമാവൃണ്ണ സത്യധർമായ അധിഷ്ഠതേ. സത്യം പൂഷണ്ണമാവൃണ്ണ പ്ലീസ് ഡിസ്കവർ ദിസ്. ഈ പടം, ഈ മൂടുപടം ഒന്ന് മാറ്റൂ ഇതിൽ നിന്ന്. ഞാനൊന്ന് കണ്ടോട്ടെ ഭഗവാനെ. ആ നടയൊന്ന് തുറക്കുമോ? ആ കർട്ടനൊന്ന് മാറ്റുമോ? ആ മറയൊന്ന് മറയ്ക്കുമോ? മറയൊന്ന് നീക്കുമോ? അല്ലേ? ഈ അമ്പലങ്ങളിലൊക്കെ അടച്ചുപൂജയൊക്കെ നടത്തിയിട്ട് വാതിൽ തുറക്കുമ്പോൾ ചില തമിഴ്നാട് അമ്പലങ്ങളിലൊക്കെ കർട്ടനാണ്. എന്തായാലും കുഴപ്പമില്ല, കർട്ടനായാലും വാതിലായാലും. അത് നീക്കുമ്പോഴത്തെ അവിടെ ഉള്ളിൽ നിന്ന് എൻജോയ് ചെയ്യുന്ന നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. അതൊക്കെ ഇതിൻ്റെ എന്താ പറയുക, സിംബോളിക്കായിട്ടാണ് എടുക്കുന്നത്, പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഭഗവത് സ്വസ്വരൂപം ദർശനം കിട്ടുകയാണ് ആ സമയത്ത്. ദീപാരാധന ദർശനം കേമായി എന്നൊക്കെ പറയണില്ലേ. ഈ കേമായി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഉള്ളിലെ ആളെ നമ്മൾ തന്നെ ദർശിക്കുക. ഒന്നുകിൽ മരം മുറിച്ചിട്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മൂടുപടം മാറ്റിയിട്ടായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഭഗവാനെ കാണണമെങ്കിൽ ഈ രണ്ട് വഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ന്യഗ്രോധ. പക്ഷേ ഈ 2 പണിക്ക് ആൾക്കാരെ ഒന്നും കിട്ടില്ല കേട്ടോ. അതും വേണം പറയാം. ഈ മരം മുറിക്കാനും മൂടും മാറ്റാനൊന്നും ഇന്നത്തെ ആൾക്കാരെ കിട്ടില്ല. എന്നാൽ അതിനൊന്നും നമുക്ക് ആൾക്കാരെ കിട്ടില്ല. അത് വേണമല്ലോ പറയാം എൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ആവുന്നത് നമ്മൾ തന്നെ മുറിക്കാൻ മരം, നമ്മൾ തന്നെ മൂടുപടം മാറ്റുക. അല്ലാണ്ട് ഇതിനൊന്നും കോൺട്രാക്റ്റ് കൊടുക്കാൻ ആളെ കിട്ടില്ല. അപ്പോൾ സ്വയം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയേത്. അവനവൻ തന്നെ പ്രയത്നിക്കുക, സെൽഫ് എഫേർട്ട്. ഓക്കെ.
അടുത്ത നാമം ഉദുംബര. ഉദുംബര എന്ന് വെച്ചാൽ ആകാശത്തിൽ നിന്ന് ആകാശത്തിനുപരി ആയി നിൽക്കുന്നവൻ. ആകാശത്തിൽ നിന്നല്ല, ആകാശത്തിനുപരിയായിട്ട് നിൽക്കുന്നവൻ. ഗ്രേറ്റർ ദാൻ ദ സ്പേസ്, എബവ് ദ സ്പേസ് എന്നർത്ഥം. രണ്ടാമത്തെ ഒരർത്ഥം കൊടുക്കുന്നത് എല്ലാ ജീവികളെയും പോഷിപ്പിക്കുന്നവൻ, ഉദുംബര, അങ്ങനെ ഒരു അർത്ഥം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അർത്ഥം എടുക്കുമ്പോൾ ആകാശത്തിന് ഉപരിയായിട്ട് നിൽക്കുന്നവൻ, ബിയോണ്ട് സ്പേസ്. ആകാശം ഭഗവാന്റെ സൃഷ്ടിയാണല്ലോ, അതുകൊണ്ട് അതിനപ്പുറത്താണ്. ആകാശമാവാൻ പറ്റില്ലല്ലോ ഭഗവാന്, ഭഗവാൻ സൃഷ്ടിച്ചതല്ലേ ആകാശം. അപ്പോൾ ആകാശത്തിന് അപ്പുറമായിട്ടുള്ളത്. ആകാശത്തിനപ്പുറം എന്ന് പറയാനുള്ള കാരണം എന്താ? പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് ആകാശം. ഇറ്റ് ഈസ് എ സട്ട്ലസ്റ്റ് ഓഫ് ദി 5 ഗ്രേറ്റ് എലിമെൻറ്റ്സ്. 5 മഹാഭൂതങ്ങളുണ്ടല്ലോ, പഞ്ചമഹാഭൂതങ്ങൾ. വായു, വെള്ളം എന്ന് പറഞ്ഞാൽ അഗ്നി, ഭൂമി. അപ്പം അങ്ങനെ 5 മഹാഭൂതങ്ങളിലെ ഏറ്റവും സട്ട്ലസ്റ്റ് എയറാണ് സ്പേസ്. എയറല്ല, വായു അല്ല, സ്പേസ്, ആകാശം. സട്ട്ലസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ? സൂക്ഷ്മത എന്ന് പറയാൻ കാരണം, സൂക്ഷ്മത എങ്ങനെയാണ് മെഷർ ചെയ്യുക? വളരെ സൂക്ഷ്മ വസ്തു അത് കേട്ടോ എന്നെങ്ങനെയാണ് പറയാം നമ്മൾ? സൂക്ഷ്മത ഈസ് ഓൾവേസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് പെർവേസീവ്നെസ്. സ്ഥൂലമായിട്ടുള്ളതിന് ഒരു പരിമിതമുള്ള സ്ഥലം ഉണ്ട്. ആ സ്ഥലത്തിനേക്കാൾ കൂടുതൽ സ്ഥലം ഉപയോഗിക്കുമ്പോഴാണ് അത് സൂക്ഷ്മമാകുന്നത്. ഐസും കട്ട സ്ഥൂലമാണ്. ആ സ്ഥൂല ഐസിനേക്കാൾ കൂടുതൽ സൂക്ഷ്മമായതാണ് വെള്ളം. വെള്ളത്തിനേക്കാൾ സൂക്ഷ്മമായതാണ് പേപ്പർ, നീരാവി. അല്ലേ? അപ്പോൾ എനോളജി മനസ്സിലായില്ലേ? അപ്പോൾ ഗ്രേറ്റർ ദ പെർവേസീവ്നെസ്, ഗ്രേറ്റർ ദ സൂക്ഷ്മത, ഗ്രേറ്റർ ദ സട്ടിലിറ്റി. സോ സട്ടിലിറ്റി ഈസ് മെഷേർഡ് ത്രൂ പെർവേസീവ്നെസ്. അപ്പോൾ ആകാശം ഓൾ പെർവേസീവ് ആവുക കാരണം സകല വ്യാപിയാണ്, സർവ്വവ്യാപിയാണ് ആകാശം. അല്ലേ? ആകാശത്തിനെ വ്യാപിക്കാത്ത വേറെ ഒന്നുമില്ലല്ലോ. ആകാശം വ്യാപിക്കാത്തത് വേറെ ഒന്നുമില്ലല്ലോ. എല്ലാം ആകാശത്തിൻ്റെ കീഴിലല്ലേ. അണ്ടർ ദ സൺ എന്നൊക്കെ പറയില്ല നമ്മൾ. അണ്ടർ ദ സണ്ണല്ല, അണ്ടർ ദ സ്കൈ. ആകാശത്തിൻ്റെ കീഴിലാണല്ലോ എല്ലാം നടക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനും കവർ ചെയ്ത് നിൽക്കുന്നത് ഏതാ? ആകാശം. അപ്പോൾ ഈസ് എ സട്ട്ലസ്റ്റ്. ഭഗവാൻ ഈസ് സട്ട്ലർ ദാൻ ദ സട്ട്ലസ്റ്റ്, സൂക്ഷ്മാതിസൂക്ഷ്മം. അതുകൊണ്ടാണ് ഉദുംബര, അമ്പരത്തിനേക്കാൾ മേൽ കയറി നിൽക്കുന്നവൻ, അവനെ കടത്തി വിട്ടുന്നവൻ. അമ്പരത്തിനേക്കാൾ കവച്ചു വയ്ക്കുന്നവൻ അർത്ഥം. ഓക്കെ. രണ്ടാമത്തെ അർത്ഥം പറയുന്നത് ഉദുംബര എന്ന് വെച്ചാൽ എല്ലാ ജീവികൾക്കും പോഷണം നൽകുന്നവൻ എന്നർത്ഥം. ഇത് നമ്മളിനി അധികം വ്യാഖ്യാനിക്കണ്ട. അധികം വ്യാഖ്യാനിച്ചു പോയ സംഗതി വഷളാവുള്ളൂ. അത് വേണ്ട. വാചസന എന്നുള്ളൊരു നാമം നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു. എല്ലാ ജീവികളെയും പോഷിപ്പിക്കുന്നവൻ. പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മക എന്നൊക്കെ നമ്മൾ കണ്ടു. ആഹാരം അന്നദാത സുഖീഭവ എന്നൊക്കെ പറയുന്നത് എന്തുദ്ദേശം വെച്ചിട്ടാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ അർത്ഥം തന്നെ നൽകിയെടുക്കുക. ഉദംബര എന്ന് വെച്ചാൽ സർവ്വജീവികളേക്കും പോഷണം നൽകുന്നവൻ എന്നർത്ഥം. അതാണ് ഉദുംബര എന്നുള്ളതിൻ്റെ വേറൊരർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും നമുക്കിവിടെ നിൽക്കുക. ഇന്നത്തെ ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ തുടങ്ങാം. എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.